പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ സ്ഥലം കണ്ടോ? നല്ല ഭംഗിയില്ലേ? വളരെ നല്ല സ്ഥലമാണ്. കാഴ്ചയ്ക്ക് ഭംഗിയായിരിക്കുന്നു. ലണ്ടനിലുള്ള കമനീയമായ ഒരു നദിക്കരയാണിത്. ഇതിലൊരുപാട് താറാവുകളും അരയന്നങ്ങളും നീന്തുന്നു. ഇവയ്ക്ക് ഒരുപാട് പേര് ആഹാരവും കൊടുക്കുന്നുണ്ട്. ഇത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. കാഴ്ചയ്ക്ക് ശാന്തമായിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈ സ്ഥലം കാണാനും എൻജോയ് ചെയ്യാനുമായി. ദൈവത്തിന്റെ സൃഷ്ടി എത്ര മനോഹരമാണെന്ന് കണ്ടോ? ദൈവം സൃഷ്ടിച്ച പക്ഷികൾ, ദൈവം സൃഷ്ടിച്ച അരുവികൾ, ഇതെല്ലാം മനുഷ്യരെ സന്തോഷിപ്പിക്കുവാനായി ദൈവം ഉണ്ടാക്കിയതാണ്. ശരി, അതിരിക്കട്ടെ. എനിക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് ചോദിക്കുകയാണോ? 138 സങ്കീർത്തനം 8 വാക്യം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദാവീദ് എന്നൊരു ഭക്തൻ പറയുന്നു, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഇതാണ് ഇന്ന് നിങ്ങൾ പറയേണ്ട വചനം. യഹോവ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും എന്ന് വിശ്വാസത്തോടു കൂടി പറയൂ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കും. ഏതോ ഒരു കാര്യം തീരുന്നതേയില്ല, ഒരു കേസ് തീരുന്നേയില്ല, ഒരു പ്രശ്നം തീരുന്നേയില്ല. എനിക്ക് വേണ്ടി ആരാണ് സംസാരിക്കുക എന്നെനിക്കറിയില്ല. ഈ കാര്യത്തിൽ ആരാണ് എനിക്ക് വേണ്ടി സഹായത്തിനായി വരിക? എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ദുഃഖവും വിഷമവും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ചിലർ വിചാരിക്കും, എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എല്ലാം നോക്കിക്കൊള്ളും. ഇപ്പോൾ എന്റെ ഭർത്താവ് മരിച്ചു, എനിക്കിനി ആരുമില്ല എന്ന് കരുതുന്നുണ്ടാകും. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്റെ ഫീസ് അച്ഛൻ അടയ്ക്കുമായിരുന്നു, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യും. ഇപ്പോൾ അച്ഛനും മരിച്ചു, ഞാനിനി എന്ത് ചെയ്യും എന്നൊരു ചിന്ത പലർക്കും ഉണ്ടാകും. എനിക്കിനി ആരുണ്ട്? എനിക്ക് വേണ്ടി ആരിത് ചെയ്യും? ആരാണ് എനിക്ക് വേണ്ടി സംസാരിക്കുക? ആരാണ് എന്നെ സഹായിക്കുക എന്നൊരു ചോദ്യത്തോടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളോടാണ് ഇന്ന് ദൈവം സംസാരിക്കുന്നത്. എന്റെ മകനെ, എന്റെ മകളെ, ഞാനുണ്ടല്ലോ നിനക്ക്. നിനക്ക് വേണ്ടി ഞാൻ സകലവും ചെയ്തു തീർക്കും. നിനക്കെന്താ വേണ്ടത്? നീ പറഞ്ഞ ഞാൻ ചെയ്തു തരാം എന്ന് ദൈവം പറയുന്നു. അതാണ് ഇന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി തരുന്ന വാക്യം. അതേ പ്രിയപ്പെട്ടവരെ, ഒരു സമയത്ത് ഞാനൊരു വിധവയായ മാതാവിനെ കാണാനിടയായി. അവര് പറഞ്ഞു, എന്റെ മക്കൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ എന്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് വീടിന്റെ പുറത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ഒന്നും അറിയില്ല. പാചകം ചെയ്യും, ഭർത്താവിനെയും മക്കളെയും നോക്കും, അത്രയേ അറിയുള്ളൂ. കൃഷി, വ്യാപാരം, ഒന്നിനെക്കുറിച്ചും എനിക്ക് അറിയില്ല. എല്ലാം ഭർത്താവാണ് നോക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ മരണം എന്നെ ആകെ തളർത്തിയിരിക്കുകയാണ്. അതിനാൽ ഞാനിനി എന്ത് ചെയ്യും? എങ്ങനെ ഇതെല്ലാം പരിപാലിക്കും? എന്റെ മക്കളെ എങ്ങനെയാണ് വളർത്താൻ പോകുന്നത്? എനിക്ക് വേണ്ടി ആരാണുള്ളത്? എനിക്ക് ആരോടും സംസാരിക്കാൻ അറിയില്ല, എന്തു പറയണമെന്നറിയില്ല എന്ന് കലങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അവരങ്ങനെ പല ചോദ്യങ്ങളോടെ വീട്ടിൽ തന്നെ അടഞ്ഞു കിടന്നു. പുറത്തേക്ക് വരുന്നേയില്ല. കരഞ്ഞുകൊണ്ടേയിരുന്നു, ഇനി ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? എന്റെ മക്കളെ ഞാൻ എങ്ങനെ വളർത്തും എന്നെല്ലാം വിഷമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം യേശു അവരെ സമീപിച്ചു. മുറിക്കകത്ത് പ്രത്യക്ഷമായി വന്ന്, എന്തിനാണ് കരയുന്നത് മകളെ? എഴുന്നേൽക്ക്, നിനക്ക് ഞാനുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി സകലവും ചെയ്യും. നിന്റെ മക്കൾക്ക് പിതാവായിരുന്ന് അവരെ പഠിപ്പിക്കും, അവരെ എല്ലാം ഞാൻ അനുഗ്രഹിക്കും. നിനക്ക് വേണ്ടി എല്ലാം ചെയ്യും. നിനക്ക് വേണ്ടതെന്താണെന്ന് പറയേ എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവരുടെ മനസ്സിൽ ആശ്വാസം തോന്നി. യേശു നേരിൽ വന്ന് സംസാരിച്ചു എന്ന്. അവര് ധൈര്യത്തോടെ എഴുന്നേറ്റു അത്രേ. എന്നിട്ട് തന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, ബ്രദർ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. യേശു എന്റെ എല്ലാമായി വഴി നടത്തി, എന്റെ മക്കളെ പഠിപ്പിച്ചു, എന്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നു. എന്റെ 3 മക്കളും കുടുംബത്തോടെ ജീവിക്കുന്നു, നല്ല ജോലി ചെയ്യുന്നു, ഉയർന്ന പദവിയിലാണ് ഉള്ളത്. എന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ മക്കൾ ഈ സ്ഥിതിയിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടാകുമോ എന്നെനിക്കറിയില്ല. യേശു എനിക്കായി എല്ലാം ചെയ്തു തന്നു എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾക്കായി ദൈവം എല്ലാം ചെയ്തു തീർക്കും. ഇന്നേതോ ഒരു കാര്യം തീരുന്നില്ല, വലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഞാൻ നിനക്ക് പൂർത്തിയാക്കി തരുമെന്ന് ദൈവം പറയുന്നു. വിശ്വസിക്കുമോ നിങ്ങൾ? എങ്കിൽ വിശ്വാസത്തോടെ യഹോവ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തീർക്കും. പറയൂ, വായ തുറന്നു പറയൂ, യഹോവ എനിക്കായി സകലവും ചെയ്തു തീർക്കും. യഹോവ എനിക്കായി സകലവും ചെയ്തു തീർക്കും. യഹോവ എനിക്കായി സകലവും ചെയ്തു തീർക്കും. ആമേൻ, ആമേൻ.